വൂൾസിനെതിരെ കൂടെ ചെൽസി തോറ്റ് കഴിഞ്ഞപ്പോഴത്തേനും ആരാധകരാകപ്പാടെ കലിപ്പിലാണ്. പൊച്ചറ്റീനോ പോയേ പറ്റൂ, പൊച്ചറ്റീനോടെ തല വെട്ടി പൊച്ചറ്റീനോ എവിടുന്ന് മാറ്റണം എന്ന ആവശ്യമാണ് ചെൽസി ആരാധകർക്ക് കൂടുതലും ഉള്ളത്. അപ്പം എനിക്ക് ചെൽസി ആരാധകരോട് ആസ് എ യുണൈറ്റഡ് ഫാൻ എനിക്ക് ചെൽസി ആരാധകരോട് പറയാനുള്ള കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞങ്ങൾ സഞ്ചരിച്ച വഴികളിലൂടെയാണ് നിങ്ങളിപ്പം സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് ഞാൻ നിങ്ങളോട് പറയുകയാണ്, ദയവ് ചെയ്ത് ഈ കോച്ചുകളെ സാക്ക് ചെയ്യുന്ന പരിപാടി അങ്ങ് നിർത്തുക. നിങ്ങൾ ഈ പൊച്ചറ്റീനോയെ മാറ്റി വേറെ ആരെ കൊണ്ടുവന്നാലും ഈ ക്ലബ്ബ് ഈ രീതിയിലൊക്കെ പോകത്തുള്ളൂ. ഇപ്പം ടോഡ് ബോളി വന്നു കഴിഞ്ഞപ്പോൾ എത്ര മാനേജറാണ് ഇപ്പം മാറിയിരിക്കുന്നത്. ടോഡ് ബോളിയുടെ ഈ ഒരു കാലഘട്ടത്തിൽ എത്ര മാനേജറിനെ നിങ്ങൾ മാറ്റി. ആദ്യം തോമസ് തുഖൽ മര്യാദയ്ക്ക് ഇവിടെ ക്ലബ്ബ് അല്ലെങ്കിൽ പ്ലെയേഴ്സിനെ കോച്ച് ചെയ്തുകൊണ്ടിരുന്ന തോമസ് തുഖലിനെ മാറ്റി. തോമസ് തുഖൽ കഴിഞ്ഞിട്ട് ആരാ വന്നേ? ഗ്രഹാം പോട്ടർ വന്നു, ലംബാർഡ് വന്നു, ലാസ്റ്റ് ഇപ്പം പൊച്ചറ്റീനോ വന്നു. ഇപ്പം 3 മാനേജേഴ്സിനെ ഓൾറെഡി സാക്ക് ചെയ്തു. നാലാമത്തെ ആളെ നിങ്ങൾക്കിപ്പോൾ മാറ്റണം. 4 ആൾക്കാർ വന്നിട്ട് ഇവിടെ ഈ ഒരു ക്ലബ്ബിൽ അല്ലെങ്കിൽ ഈ ഒരു പ്ലെയേഴ്സിൽ യാതൊരു രീതിയിലുള്ള ഇമ്പ്രൂവ്മെൻറ്റും കൊണ്ടുവരാൻ പറ്റിയിട്ടില്ല. ഇനി അടുത്ത ആളെ കൊണ്ടുവരാനാണ് പറയുന്നത്. ചില ആൾക്കാർ ജോസെ മൊറീഞ്ഞോയെ വരെ കൊണ്ടുവരാൻ പറയുന്നുണ്ട്. ഇൻട്രീമായിട്ട് ജോസെ മൊറീഞ്ഞോയെ കൊണ്ടുവരാൻ പറയുന്നുണ്ട്. ഡോണ്ട് ഡു. എനിക്ക് യുണൈറ്റഡ് ആരാധകൻ എന്നുള്ള രീതിയിൽ എനിക്ക് ഈ ഒരു സാഹചര്യം എനിക്ക് നല്ല രീതിയിൽ മനസ്സിലാകുന്നുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഞാൻ പറയുന്നത്, ഈ ഒരു ഗ്ലേസേഴ്സിൻ്റെ വേറൊരു വേർഷനാണ് ഈ ടോഡ് ബോളി ആൻഡ് ടീംസ്. ശരിക്കും ടോഡ് ബോളിക്കുള്ള ഒരു നല്ല കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, പുള്ളിയുടെ പോക്കറ്റിൽ നിന്നും കൂടെ കാശ് എടുത്ത് സ്പെൻഡ് ചെയ്യുന്നുണ്ട്. പക്ഷേ ഗ്ലേസേഴ്സ് അവിടെ 5 പൈസ പോലും പുള്ളിയുടെ പോക്കറ്റിൽ നിന്ന് മുടക്കത്തില്ല. നമ്മൾ ഈ ഒരു ടോഡ് ബോളിയുടെ കാര്യം തന്നെ നോക്കി. ടോഡ് ബോളി നല്ലൊരു ബിസിനസ്മാനാണ്. പുള്ളി നല്ല പെർഫെക്റ്റ് ബിസിനസ്മാനാണ്. പുള്ളി ഈ ഒരു ക്ലബ്ബിൻ്റെ കൊമേഴ്ഷ്യൽ സൈഡ്, അതുപോലെ തന്നെ ഈ ഒരു ക്ലബ്ബിൻ്റെ ഇൻഫ്രാസ്ട്രക്ചർ, ഇവിടെ രണ്ടിലും പുള്ളി സക്സസ്ഫുള്ളി ഇൻവെസ്റ്റ് ചെയ്യും. ഫുട്ബോളിംഗ് സൈഡിലും പുള്ളി ഇൻവെസ്റ്റ് ചെയ്യും. പക്ഷേ അവിടെ പുള്ളിയുടെ കൈ കടത്തൽ കാണും. അതുകൊണ്ട് തന്നെ അവിടുത്തെ ഇൻവെസ്റ്റ്മെൻറ്റ് അല്ലെങ്കിൽ അവിടെ നല്ല രീതിയിൽ നല്ല ഫുട്ബോളിംഗ് ബ്രെയിൻസ് അവിടെ വന്ന് മര്യാദയ്ക്ക് അല്ലെങ്കിൽ സമാധാനത്തോടെ വർക്ക് ചെയ്യാൻ അവർക്ക് പറ്റത്തില്ല. അതുകൊണ്ട് അങ്ങനത്തെ നല്ല റെപ്യൂട്ടഡ് ആയിട്ടുള്ള ആൾക്കാരൊന്നും വരത്തില്ല. ഇവരെന്ത് പറഞ്ഞാലും യെസ് പറയുന്ന ആരെയും പാവത്താൻ അല്ലെങ്കിൽ ഒരു മീഡിയോക്കർ ലെവലിലുള്ള ഒരാളെ കൊണ്ട് മാത്രമേ അവിടെ പിടിച്ച് നിൽക്കാൻ വേണ്ടി പറ്റത്തുള്ളൂ. അപ്പം എനിക്ക് തോന്നുന്ന ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ഒരു ടോഡ് ബോളിയുടെ ഒരു അൾട്ടിമേറ്റ് എയിം എന്ന് പറഞ്ഞാൽ 7-8 വർഷം ഈ രീതിയിൽ ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തി ഈ ഒരു ക്ലബിനെ പുള്ളി മേടിച്ച ആ ഒരു സ്ഥിതിയിൽ നിന്ന് അതിൻ്റെ ഒരു ഇരട്ടി വാല്യൂവിലേക്ക് കൊണ്ടുവരിക. അത് കഴിയുമ്പോഴത്തേക്കും ചിലപ്പോൾ പുള്ളി വിറ്റിട്ട് പോകുമായിരിക്കും. ഇതാണ് പുള്ളിയുടെ ഒരു അൾട്ടിമേറ്റ് എയിം. പുള്ളി ഇൻവെസ്റ്റ്മെൻറ്റൊക്കെ നടത്തും. പക്ഷേ ഫുട്ബോളിംഗ് സൈഡിൽ ഈ രീതിയിലുള്ള കൈകടത്തലുകളുണ്ട്. ഫുട്ബോളിംഗ് സൈഡ് മര്യാദയ്ക്ക് റൺ ചെയ്യാൻ വേണ്ടി പുള്ളിക്ക് പറ്റത്തില്ല. അല്ലെങ്കിൽ പുള്ളിയുടെ ആ ഒരു ഈഗോയിലൊക്കെ കുറച്ചൊരു കോംപ്രമൈസ് പുള്ളി നടത്തണം. തോമസ് തുഖലാണേലും അതുപോലെ തന്നെ ക്രിസ്റ്റഫർ വ്യൂവിലും ഒക്കെ പോയതിൻ്റെ മെയിൻ റീസൺ അതാണ്. അപ്പോൾ നല്ല രീതിയിൽ ഫുട്ബോളിംഗ് സൈഡ് റൺ ചെയ്തുകൊണ്ടിരുന്ന ഒരു ക്ലബ്ബ് പെട്ടെന്ന് അടിമുടി ഈ ഫുൾ ആൾക്കാരെ എടുത്ത് മാറ്റി അവരുടെ ആൾക്കാരെ കൊണ്ടുവരുന്നു. നല്ല എഫിഷ്യൻ്റ് ആയിട്ടുള്ള ഫുട്ബോളിംഗ് ബ്രെയിൻസ് ഇവിടെ വരുന്നില്ല. പ്രോപ്പറായിട്ട് വിഷൻ ഇല്ല. ഞാനിത് യുണൈറ്റഡിൻ്റെ കാര്യത്തിൽ സ്ഥിരമായിട്ട് പറയുന്നൊരു കാര്യമാണ്. അപ്പോൾ ആ ഒരു സെയിം പ്രശ്നമാണ് ചെൽസിയിലും ഉള്ളത്. മാനേജറിനെ മാറ്റിക്കൊണ്ട് ഇവിടെ ഒന്നും സംഭവിക്കത്തില്ല. ഈ ടോഡ് ബോളിയൊക്കെ ശരിക്കും പറഞ്ഞാൽ തോന്നിയവാസം റിക്രൂട്ട്മെൻറ്റാണ് പുള്ളി നടത്തിക്കൊണ്ടിരിക്കുന്നത്. പുള്ളി ഏതാണ്ട് 1-2 MLS-ൻ്റെ മാച്ച് അങ്ങാണ്ട് കാണാൻ വേണ്ടി പോയിട്ട് പുള്ളി പറയുന്നു, റിക്രൂട്ട്മെൻറ്റോ ഫുട്ബോളോ ചീള് കേസ് ഞാൻ കാണിച്ചു തരാമെന്ന് പറഞ്ഞിട്ട് പുള്ളി ഇറങ്ങിയിട്ട് പുള്ളി പത്രമൊക്കെ തുറന്നു നോക്കുമ്പോഴത്തേനും ഏറ്റവും ബെസ്റ്റ് യങ് പ്ലെയർ കൈസഡോ പോരട്ടെ, ലാവിയ പോരട്ടെ. അപ്പോൾ ഈ രീതിയിലുള്ള റിക്രൂട്ട്മെൻറ്റാണ്. നല്ല പ്ലെയേഴ്സാണ്, ടാലൻറ്റഡ് പ്ലെയേഴ്സാണ്. പക്ഷേ ആസ് എ ടീം ഇത് വർക്കാകുമോ എന്നുള്ളതാണ് പ്രശ്നം. അപ്പോൾ പ്രോപ്പറായിട്ടൊരു ഡയറക്ടർ ഓഫ് ഫുട്ബോൾ, അതുപോലെ തന്നെ ഡയറക്ടർ ഓഫ് ഫുട്ബോളിൻ്റെ അണ്ടറിൽ നല്ല സ്കൗട്ട്സ്, അപ്പോൾ ആ രീതിയിൽ ഇൻവെസ്റ്റ്മെൻറ്റ് ഈ ഒരു ഫുട്ബോളിംഗ് സൈഡിൽ കൂടെ നല്ല രീതിയിൽ ശ്രദ്ധിക്കാൻ പറ്റുന്ന ആൾക്കാർ അല്ലെങ്കിൽ ഫുട്ബോളിംഗ് ബ്രെയിൻസ് ഇവിടെ വേണം, ചെൽസിയിൽ വേണം. അതിനുവേണ്ടി ആയിരിക്കണം ചെൽസി ഫാൻസ് മുറവിളി കൂട്ടുന്നത്. അല്ലാതെ കോച്ചിനെ മാറ്റെന്ന് പറഞ്ഞുകൊണ്ട് അടുത്ത ആര് വന്നെന്ന് പറഞ്ഞാലും ഇവിടെ ഈ രീതിയിലുള്ള പരിപാടികൾ ഇങ്ങനെ തുടർന്നുകൊണ്ടിരിക്കും. ഞങ്ങൾ അനുഭവസ്ഥരാണ് പറയുന്നത്. അതുകൊണ്ട് വെറുതെ പൊട്ടന്മാരായി നിങ്ങൾ ഓരോ വർഷം വേസ്റ്റ് ചെയ്യരുത്. ഫുട്ബോളിംഗ് സൈഡ് ബെറ്റർ ആക്കാൻ വേണ്ടിയുള്ള ശ്രമം, അതിനുവേണ്ടി ഓണർഷിപ്പിൻ്റെ മുകളിൽ പ്രഷർ ചെലുത്തുക. അപ്പോൾ അതാണ് ചെൽസി ഫാൻസ് ചെയ്യേണ്ടത് എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. ജോസെ മൊറീഞ്ഞോയൊക്കെ വരിക എന്നൊക്കെ പറയുന്നുണ്ടല്ലോ, ബാക്കിയുള്ളവരൊക്കെ ചിരിക്കും. അത്ര എനിക്ക് പറയാനുള്ളൂ. അപ്പം ഇതൊക്കെയാണ് എനിക്ക് ഈ ഒരു ചെൽസിയുടെ കാര്യം, അല്ലെങ്കിൽ ചെൽസിയുടെ ഫാൻസ് ഇവർ മണ്ടന്മാരാകുന്ന കാണുമ്പോഴത്തേനും നമ്മൾ ഓൾറെഡി ഈ ഒരു പ്രോസസ്സിലൂടെ കടന്നുപോയ ആൾക്കാരാണ്. അതുകൊണ്ടാണ് വെറുതെ മണ്ടന്മാരാകാതെ യഥാർത്ഥ പ്രശ്നം എന്താണെന്ന് മനസ്സിലാക്കി അതിനെതിരെ നിങ്ങൾ പ്രതിഷേധം കാര്യങ്ങളൊക്കെ ആയിട്ട് മുന്നോട്ട് പോകാൻ വേണ്ടി ശ്രമിക്കണം എന്നാണ് എനിക്ക് യുണൈറ്റഡ് ഫാൻ എന്നുള്ള രീതിയിൽ എനിക്ക് പറയാനുള്ളത്. അപ്പോൾ നിങ്ങളുടെ അഭിപ്രായങ്ങൾ വീഡിയോ പറ്റിയും ഞാൻ പറഞ്ഞ കാര്യങ്ങളെ പറ്റിയൊക്കെയുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായിട്ടും നിങ്ങൾ കമൻസ് ആയിട്ട് ഫുട്ബോൾ ആശാൻ സൈനിങ് ഓഫ്. മറ്റൊരു നല്ല വീഡിയോ കാണാം.